ഈ കശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ഒരു നിമിഷം അതിന്റെ വിവരങ്ങളിലേക്ക് ഒന്ന് പോകുകയാണ്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി പ്രസാദ് മൃതദേഹം ഏറ്റുവാങ്ങുന്നു. മറ്റ് ജനപ്രതിനിധികളൊക്കെയും തന്നെ, പ്രതിപക്ഷ നേതാവൊക്കെയും തന്നെ അവിടെ ഉണ്ട്. അമൽനാഥ് പാടിച്ചാൽ കൂടിയുണ്ട് അവിടെ നിന്നും. അമൽനാഥ്, ഒരു ഒഴിവുകാലം ചെലവഴിക്കാനായി താഴ്വരയിലേക്ക് പോയ രാമചന്ദ്രനും കുടുംബവും അദ്ദേഹം ഇപ്പോൾ ജീവനില്ലാതെ ജന്മനാട്ടിലേക്കും അദ്ദേഹത്തിൻ്റെ മണ്ണിലേക്കും മടങ്ങിയെത്തുന്നു. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്, ജനപ്രതിനിധികളൊക്കെയും ചേർന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? നിലവിലിപ്പോൾ രാമചന്ദ്രൻ്റെ മൃതദേഹം ഈ എയർപോർട്ടിന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അല്പസമയം മുൻപാണ് എയർ ഇന്ത്യയിൽ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് മൃതദേഹം എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് പുറത്ത് സജ്ജീകരിച്ച ആ ഒരു മേശയിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ മൃതദേഹം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ജനപ്രതിനിധികൾ അടക്കം നിലവിൽ ഈ ഒരു എയർപോർട്ടിന് പുറത്ത് നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദും ഒപ്പം തന്നെ കളക്ടർ ഉമേഷുമാണ് സർക്കാരിന് വേണ്ടി ഈ മൃതദേഹം ഏറ്റുവാങ്ങുക. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി പി പ്രസാദ് റീത്ത് സമർപ്പിക്കുകയും ചെയ്യും. അതേസമയം മറ്റ് ജനപ്രതിനിധികൾ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BJP ദേശീയ സെക്രട്ടറി അരവിന്ദ് മേനോൻ, ഹൈബി ഇഡൻ, ബെന്നി ബെഹന്നാൻ എന്നിങ്ങനെ നിരവധി ജനപ്രതിനിധികളാണ് നിലവിൽ ഈ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എത്തിച്ചു. ഇതിനുശേഷം ഇനി ഇവിടെ നിന്നും വളരെ പെട്ടെന്ന് തന്നെ റെനെ മെഡിസിറ്റി ആശുപത്രിയിലേക്കാണ് ഈ മൃതദേഹം കൊണ്ടുപോവുക. അവിടെ ഒരു ദിവസം അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കും. അടുത്ത ദിവസത്തോടു കൂടി ഈ രാമചന്ദ്രൻ്റെ സഹോദരൻ പുറത്തുനിന്ന് വിദേശത്തു നിന്നും വരുവാനുണ്ട്. അദ്ദേഹം നാളെ വൈകുന്നേരത്തോടു കൂടിയാകും എത്തിച്ചേരുക. അദ്ദേഹത്തിനൊന്ന് അവസാനം ഒരു നോക്ക് കാണുവാൻ വേണ്ടി നാളെ ഇത്തരത്തിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചതിന് ശേഷം വെള്ളിയാഴ്ചയോടെ ആയിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെ ഇടപ്പള്ളിയുള്ള ചങ്ങമ്പുഴ പാർക്കിൽ 2 മണിക്കൂർ ഇത്തരത്തിൽ പൊതുദർശനം നടത്തും. അതിനുശേഷം 9:30 ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ 9:30 മുതൽ 11:30 വരെയുള്ള 2 മണിക്കൂർ മറ്റ് കർമ്മങ്ങൾ നടക്കുകയും അതിനുശേഷം 12 മണിയോടുകൂടി ഇടപ്പള്ളിയിലെ പൊതു ശ്മശാനത്തിൽ സംസ്കരണ ചടങ്ങുകൾ അടക്കം നടക്കുകയാകും ചെയ്യുക. ഇന്ന് ഉച്ചയ്ക്ക് 1:20 ഇത്തരത്തിൽ ശ്രീനഗറിൽ നിന്നും ഈ ഭൗതിക ശരീരവുമായി വിമാനം പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഡൽഹി വഴി കൊച്ചിയിലേക്ക് എത്തും എന്നായിരുന്നു നിശ്ചയിച്ചത്. പിന്നീട് ആ റൂട്ട് മാറ്റി മുംബൈ വഴിയാണ് എത്തിച്ചേർന്നത്. 4:15 മുംബൈയിൽ എത്തുകയും അവിടെ നിന്നും എയർ ഇന്ത്യയിൽ 5:20 വീണ്ടും യാത്ര ആരംഭിച്ച അല്പസമയത്തിന് മുന്നേ 8 മണി കഴിയുന്നതോടുകൂടിയാണ് ഈ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഈ ഭൗതിക ശരീരം എത്തിച്ചത്. നിലവിൽ ഇപ്പോൾ പുറത്ത് ആ ഭൗതിക ശരീരം അല്പസമയം ഇവിടെ എത്തിച്ചേർന്ന ജനപ്രതിനിധികളടക്കം ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. സർക്കാരിന് വേണ്ടി ആ ഭൗതിക ശരീരം നിലവിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർക്കത് കൈമാറും കൂടിയാണ് ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രി പി പ്രസാദാണ് ഇത്തരത്തിൽ പ്രസാദും ജില്ലാ കളക്ടർ SSK ഉമേഷുമാണ് ഈ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുന്നത്. ഒപ്പം തന്നെ മന്ത്രി തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി റീത്ത് സമർപ്പിക്കുകയും ചെയ്യും. ശരി, അമൽനാഥ് പാടിച്ചാൽ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തി കൂടിയാണ് രാമചന്ദ്രൻ. ആ നിലയിലുള്ള മടക്കം അദ്ദേഹത്തിന് നൽകേണ്ടത് ഈ നാടിൻ്റെ കടമ കൂടിയാണ്. അതാണ് ഇപ്പോൾ ജനപ്രതിനിധികൾ ഒന്നാകെ അവിടേക്ക് എത്തിച്ചേരുകയും ഒരേ മനസ്സോടെ അദ്ദേഹത്തിന് മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങൾ നൽകുകയും ചെയ്തു.